കേരളം വൃദ്ധസദനങ്ങളുടെ നാടായി മാറുന്നു. യുവാക്കൾ തൊഴിൽ തേടി വിദേശങ്ങളെ ആശ്രയിക്കുന്നു. തൊഴിൽ തേടിയുള്ള ഈ പോക്കിനെ തടയിടാൻ എന്താണ് പരിഹാരം? ലോകം മുഴുവൻ ഇന്നൊരു ഗ്രാമമായി തീരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ടി വരും. പക്ഷേ കാഴ്ചപ്പാടുള്ള, രാഷ്ട്രവികാസത്തിനുതകുന്ന ഭരണവ്യവസ്ഥ നിലവിൽ വരുമ്പോൾ കാർഷികമായി, വ്യാവസായികമായി ഓരോ പ്രദേശവും പുരോഗമിക്കും. അങ്ങനെ വിദ്യാസമ്പന്നരായി പുറത്തേക്ക് വരുന്ന യുവസമൂഹത്തെ ആകർഷിക്കാൻ ഉതകുന്ന, ഉൾക്കൊള്ളാൻ ഉതകുന്ന സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ ഏറെ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല. അപ്പം അതില്ല. അവിടെ പുറത്തു പോകല്ലാണ്ട് എന്ത് ചെയ്യാനാ? എന്താ ചെയ്യുക? ഏത് തൊഴിൽശാലയാണ് കേരളത്തിൽ വിജയകരമായി നടക്കുന്നത്? മദ്യമുണ്ട്, ഇല്ല എന്ന് പറയണില്ല. അതും ഇപ്പോൾ കുടിൽ വ്യവസായം കുറഞ്ഞു ഇല്ലേ? നാട്ടിൽ കുടിൽ വ്യവസായം കുറഞ്ഞിട്ടുണ്ട്. മദ്യപ്പോൾ ഒക്കെ ഇപ്പോൾ കുപ്പിക്കണക്കിന് ഇങ്ങനെ വരിക. അത് സ്കൂട്ടറിന് കൊണ്ടുവരുന്നവരുണ്ട്, അത് കൊണ്ടുവന്നിട്ട് വഴിയിൽ നിന്ന് വലുത് ചെറുതിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. നല്ല കച്ചവടമായിട്ട് വളരുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തൊക്കെ വളരെ വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. ഇങ്ങനെ ഒന്ന് രണ്ട് കച്ചവടം അല്ലാതെ ഏതപ്പം നന്നാവുന്നത് കേരളത്തിൽ? ഒന്ന് പറഞ്ഞു തരൂ. പിന്നെ ചെറുപ്പക്കാർ എവിടെ ആകർഷിക്കപ്പെടാനാ? എന്തെങ്കിലും തൊഴിൽ തേടി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നുള്ള അവസ്ഥയായി ഇപ്പൊ സത്യം. അത് മാറണമെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ ഉണരണം. വ്യവസായ സംരംഭകർക്ക് രാഷ്ട്രീയക്കാരെ ഭയപ്പെടാതെ, അവർക്ക് കൈക്കൂലി കൊടുക്കാതെ നിയമമനുസരിച്ച് സ്ഥാപനം നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇന്നതില്ല. ഏത് പാർട്ടിക്കാരാണോ ഭരിക്കുന്നത് അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് കൈക്കൂലി കൊടുത്ത് അവരുടെ ആശ്രിതരായി നിന്ന് കഴിഞ്ഞ് ഒരു സ്ഥാപനവും നടത്താൻ ആർക്കും സാധ്യമല്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നോക്കൂ, മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നോക്കൂ. ബംഗാളിൽ പോയി നോക്കൂ. ബംഗാൾ പറഞ്ഞത് ബോധപൂർവമാണ്. വ്യാവസായികമായി ഉയർന്ന ഗുജറാത്തിൽ പോയി നോക്കൂ, മഹാരാഷ്ട്രയിൽ പോയി നോക്കൂ. ഭാരതത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക വിനിമയങ്ങളുടെ കേന്ദ്രം മഹാരാഷ്ട്രയാണ്. ഇതേ ഗ്രോത്ത് റേറ്റ് പോയാൽ നാളെ യു പി ആവും, അത് വേറെ വിഷയം. പക്ഷെ ഇപ്പം മഹാരാഷ്ട്രയാണ്. എല്ലാവരും തൊഴിൽശാലകളിൽ പോകുന്നു, തൊഴിൽ ചെയ്യുന്നു. കേരളത്തിൽ CPM-ന്റെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ ഉണ്ടായപ്പോൾ ബംഗാളിൽ തൊഴിൽശാലകളിൽ പോകും. അവർ പുറത്തുനിന്ന് 2 മുദ്രാവാക്യം വിളിക്കും. 9 മണിയുടെ മുമ്പ് ഒപ്പിടേണ്ട സമയമായി കഴിഞ്ഞാൽ അകത്ത് പോകും. കേരളത്തിൽ BJP-ക്കാർ ഹർത്താൽ നടത്തിയ ദിവസം ഗുജറാത്തിൽ അഖിലേന്ത്യാ ഹർത്താലൊക്കെയാ പറയുമ്പോൾ ഗുജറാത്തിൽ അവർ പണിക്ക് പോകും. സത്യമാണ് ഈ പറയുന്നത്. ഒരു പ്രത്യേക പാർട്ടിയെ ഒന്നും കുറ്റം പറയുകയല്ല. ഇവിടെ നേതാവിൻ്റെ പോക്കറ്റിലേക്ക് 80% പോകുമ്പോൾ ഒരു 20% വികസനത്തിന് ഉതകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ നേതാവിൻ്റെ പോക്കറ്റിൽ 20 പോവുള്ളൂ, 80 വികസനത്തിന് പോവും. യാഥാർത്ഥ്യമാണിത്. ഇവിടെ പാർട്ടി ഭേദമൊന്നുമില്ല. ഇത് മാറിയാൽ കേരളം ഉയരും. ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ സാധ്യതയുണ്ടാവും. ഇല്ലെങ്കിലോ ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞുകൂടും.